പോളിടെക്നിക്കുകളിൽ ത്രിവത്സര എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിപ്ലോമ കോഴ്സുകളാണുള്ളത്. എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ പഠിക്കാനുള്ള 3 സ്ഥാപനങ്ങളാണ് ITI പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഇതിൽ ITIയിൽ തിയറി കുറച്ചും പ്രാക്ടിക്കൽസ് കൂടുതലും പഠിക്കണം. പോളിടെക്നിക്കിൽ തിയറിക്കും പ്രാക്ടിക്കൽസിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രാക്ടിക്കലിനേക്കാൾ കൂടുതലായി പഠിക്കാനുള്ളത് തിയറിയാണ്. ITIയിൽ 2 വർഷ കോഴ്സുകളും 1 വർഷ കോഴ്സുകളുമാണ്. പോളിടെക്നിക്കിൽ 3 വർഷ കോഴ്സുകൾ. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 5 വർഷ ബിരുദ കോഴ്സുകളും. +2 യോഗ്യത നേടിയവർ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയാൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പഞ്ചവത്സര കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാം. പോളിടെക്നിക്കിൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് പ്രവേശനം ലഭിക്കും. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. +2 കഴിഞ്ഞവർക്ക് ഗ്രേസ് മാർക്കും ലഭിക്കും. കേരളത്തിലെ 60ഓളം വരുന്ന സർക്കാർ എയ്ഡഡ് സ്വകാര്യ പോളിടെക്നിക്കുകളിലേക്ക് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. www.polyadmission.org എന്ന വെബ് അഡ്രസ്സിലാണ് നോട്ടിഫിക്കേഷൻ വരിക. പോളിടെക്നിക് ഡിപ്ലോമ പാസ്സായവർക്കു വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 10% സീറ്റുകൾ ലാറ്ററൽ എൻട്രിയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. പ്രത്യേക എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 2ാം വർഷ ക്ലാസുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. പോളിടെക്നിക്കിൽ നിന്നും 45% മാർക്ക് നേടിയവർക്ക് ഈ എൻട്രൻസ് എഴുതാവുന്നതാണ്. പോളിടെക്നിക്കിലെ വിവിധ കോഴ്സുകളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ LFD TV സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. LFD TV.